ഒറ്റപ്പെടൽ, ഏകാന്തത ഈ വാക്കുകൾ കേൾക്കുമ്പോൾ മിക്ക ആളുകളും വിചാരിക്കുന്നത് ഇത് വളരെ ദുഃഖത്തിൻ്റെ ഭാവമുള്ള വാക്കുകൾ എന്നാണ്. പക്ഷേ ഇന്ന് ഈ വീഡിയോ മുഴുവനായി കണ്ടുകഴിഞ്ഞാൽ ഒറ്റപ്പെടൽ ആണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയുള്ള വാക്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് വേറൊരു ലോകമാണ്. ആരെങ്കിലും അടുത്തില്ലെങ്കിലോ ആരെയും ചിന്തിക്കാതെ സ്വന്തമായി സ്വയം സമയം കണ്ടെത്തുന്നവർ ആരാണോ, അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നവർ, ഇവരെയെല്ലാം ഒറ്റപ്പെട്ടവർ എന്ന് പറയാറില്ല. അതിനെ ഏകാന്തത എന്നാണ് പറയാറുള്ളത്. ഒറ്റപ്പെടലിനും ഏകാന്തതയ്ക്കും വലിയ വ്യത്യാസമുണ്ട്. ഇവരെല്ലാം ലോകത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും എല്ലാ വിചാരങ്ങളും മാറ്റിവെച്ച് തൻ്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നവരാണ്. അവരുടെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം വളരെ വ്യത്യസ്തമായിരിക്കും. ഒറ്റപ്പെടലിൻ്റെ അർത്ഥത്തിന് മാറ്റം വരുത്തേണ്ടതാണ്. സ്വന്തമായി സമയം ചെലവഴിക്കുക, സ്വന്തമായി അറിയാൻ ശ്രമിക്കുക, സ്വന്തമായി ലക്ഷ്യം നിശ്ചയിക്കുക, ഇവയെല്ലാം ഒറ്റപ്പെടലിൻ്റെ അർത്ഥമല്ല. നമ്മൾ ആരും ഒറ്റപ്പെടുന്നില്ല. നമ്മൾ ഒറ്റയ്ക്കാകാതിരിക്കാനുള്ള എല്ലാം നമ്മുടെ പക്കൽ ഉണ്ട്. നമ്മുടെ പ്രകൃതിയിൽ ഓരോ തലങ്ങളിലും പച്ചതത്വങ്ങളിലും നമുക്ക് ആവശ്യമായത് എല്ലാമുണ്ട്. നമ്മൾ കണ്ണടച്ചൊന്ന് നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾക്ക് ചെറിയ കാര്യങ്ങൾ കാണാൻ സാധിക്കും. അത് നമ്മുടെ ഉള്ളിലുള്ള വേറിട്ട ഒരു ലോകമാണ്. ഈ ഭൂമിയിൽ ഒരു ലോകം മാത്രമല്ല ഉള്ളത്. എല്ലാവർക്കും അവരുടേതായ ലോകങ്ങളും വാതിലുകളും ഒക്കെയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കായിട്ടുള്ള ഒരു വ്യക്തിയല്ല, പകരം വിശാലമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ കൂടെ ആരാണുള്ളത്? യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആരെങ്കിലും ഉണ്ടായിരുന്നോ? നിങ്ങളെ ആരെങ്കിലും കരയിപ്പിക്കാറുണ്ടോ? ചിരിപ്പിക്കാറുണ്ടോ? ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ സ്വയം തന്നെയാണ്. നിങ്ങൾ കരയുന്നതും ചിരിക്കുന്നതും നിങ്ങൾ സ്വയം തന്നെയാണ്. ആരും പറഞ്ഞിട്ടല്ല ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഒറ്റപ്പെടലിൻ്റെ ശക്തിയെ മനസ്സിലാക്കേണ്ടതാണ്. ഒറ്റപ്പെടൽ ചിലപ്പോൾ നമ്മുടെ ഭാഗ്യം കൊണ്ട് വന്നതാണെന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ സ്വയം മനസ്സിലാക്കുവാനും ജീവിക്കാനുള്ള വഴികൾ ലഭിക്കുവാനും സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനുമായി അവസരങ്ങൾ ലഭിക്കുന്നു. നിങ്ങളുടെ ആൾക്കാർ, അതായത് സുഹൃത്തുക്കളോ സ്വന്തക്കാരോ എല്ലാവരും വന്നും പോയും ഇരിക്കുന്ന വ്യക്തികളാണ്. നിങ്ങൾ പോയാൽ നിങ്ങളുടെ കൂടെ ആരൊക്കെ വരും? ആരും തന്നെ കൂടെ വരില്ല. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോകേണ്ടി വരും. നമ്മൾ ഒറ്റയ്ക്കാകാൻ വേണ്ടി തന്നെയാണ് ജനിച്ചത്. നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കേണ്ടത് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് നന്നായി ജീവിക്കാനുള്ള കാഴ്ചപ്പാടുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കാണ്. നിങ്ങളുടെ ജീവിതത്തിലെ സുഖവും ദുഃഖവും നിങ്ങളുടേത് തന്നെയാണ്. കരയുന്നതും ചിരിക്കുന്നതുമെല്ലാം നിങ്ങൾ തന്നെയാണ്. ദുഃഖങ്ങൾ കിട്ടുന്നതിന് കാരണങ്ങൾ പലതാണ്. പക്ഷേ ആരെങ്കിലും നമ്മളെ സങ്കടപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അത് സങ്കടത്തോടെ ഏറ്റെടുക്കുന്നു. നമ്മൾ ഈ ചിന്താഗതിയെ മാറ്റിക്കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു അവസരമായി കണക്കാക്കുക. നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിച്ചാൽ മാത്രമേ നിങ്ങൾ സ്വയം ആരാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ കൂടെ ആരുമില്ലെങ്കിൽ കുഴപ്പമില്ല. ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുക. ജീവിതം ഒറ്റയ്ക്ക് ആഘോഷിക്കുക. ഈ ലോകത്തുള്ള എല്ലാവരും ഒറ്റയ്ക്കാണ്. അവരുടെ കൂടെ ഒരുപാട് പേരുണ്ട് എന്ന ചിന്തയിൽ നിങ്ങൾ പെട്ടുപോയിരിക്കുകയാണ് എന്നു മാത്രം. ഒറ്റപ്പെടൽ ഒരു ശിക്ഷയല്ല, മറിച്ച് അതൊരു അവസരമാണ്. ഈ ഒറ്റപ്പെടൽ കൊണ്ട് ആളുകൾ വലിയ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഒറ്റയ്ക്കുള്ള ആൾ ഒറ്റയ്ക്ക് തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്, വേറെ ആരുടെയും സഹായത്തോടെയല്ല. എക്സാമിന് ഒരാൾ മാത്രമാണ് ടോപ്പ് ലിസ്റ്റിൽ വരുന്നത്. അയാൾ ഒറ്റയ്ക്കാണ് ആ വിജയം കൈവരിച്ചത്. ജ്വലിക്കുന്ന സൂര്യൻ വരെ ലോകത്ത് ഒറ്റയ്ക്കാണ് വെളിച്ചം പകരുന്നത്. സൂര്യനും ചന്ദ്രനും എല്ലാവരും ഒറ്റയ്ക്കാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ചിന്തകളും തീരുമാനങ്ങളും നിങ്ങൾ തന്നെ എടുക്കേണ്ടതാണ്. വേറെ ആരും തന്നെ അതിന് സഹായിക്കില്ല. നിങ്ങൾ ചിന്തിക്കുന്ന വഴികളും തീരുമാനങ്ങളും വേറിട്ട് നിൽക്കുന്നവയാണ്. ഈ ലോകത്ത് ആളുകൾ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെട്ടുപോയാൽ അവർക്ക് ഒറ്റയ്ക്കാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരേണ്ടത്. എന്നാൽ അതിൽ വിജയം കൈവരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർ കൂടെയുണ്ടാകും. മനുഷ്യൻ ഒറ്റപ്പെടലിനെ മനസ്സിലാക്കിയാൽ പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയും. നമ്മൾ എന്തു വന്നാലും ഒറ്റയ്ക്ക് നേരിടാനുള്ള വിശ്വാസം കൈവരിക്കണം. നമ്മളെ വിട്ടുപോകുന്നവർക്ക് നമ്മുടെ ശക്തി, നമ്മുടെ വില എന്നിവ കാണിച്ചു കൊടുക്കണം. ഒറ്റപ്പെടൽ കൊണ്ട് മനുഷ്യന് ഒരു ഗുണവുമില്ല എന്ന് കാണിക്കുന്നത് തെറ്റാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇത്രയും കാലം നിങ്ങൾ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ജീവിക്കാനുള്ള ധൈര്യവും ശക്തിയും കിട്ടുന്നത് ഒറ്റപ്പെടൽ കൊണ്ട് മാത്രമാണ്. തിരക്കുകളിലേക്ക് പോയാൽ ജീവിതം സന്തോഷകരമാകാൻ ബുദ്ധിമുട്ടുന്നതായിരിക്കും. ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനഃപൂർവ്വം ഒറ്റയ്ക്കാകാനോ ഒറ്റപ്പെടൽ അനുഭവിക്കാനോ വേണ്ടിയല്ല. നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വളരെ നല്ലത് തന്നെയാണ്. എന്നാൽ നിങ്ങളെ ആരെങ്കിലും ഒറ്റയ്ക്കാക്കി പോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു സഹായകരമായിരിക്കും.